വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇതുവരെയും ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പർ സേവ് ചെയ്തതിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് PSC സംബന്ധമായിട്ടുള്ള ഡെയിലി അപ്ഡേറ്റ്സും അതോടൊപ്പം കൺഫർമേഷൻ കൊടുക്കേണ്ട ദിവസങ്ങളും തുടങ്ങിയ PSC സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ നിരവധി PSC ക്രാഷ് കോഴ്സുകൾ ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ അതിൽ 30ഓളം കോഴ്സുകളുണ്ട്. അറൗണ്ട് 150 അബൌട്ട് 150 കൂടുതൽ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതോടൊപ്പം തന്നെ GK വേൾഡ് ആൻഡ് PSCയുടെ Unacademy ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. മെയിനായിട്ടും പഠിക്കാൻ പോകുന്നത് PSC പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യഭാഗങ്ങളിലെ നെക്സ്റ്റ് 20 ലെസൺസ് ആണ്, നെക്സ്റ്റ് 20 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ വെറുതെ കേട്ട് പോകാതെ പഠിക്കുക, മനപ്പാടമാക്കുക. ഷുവർ ആയിട്ടും PSC എക്സാംസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ വിച്ച് ടെക്നോളജി ഡു ക്രയോജനിക് എൻജിൻസ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ്? ക്രയോജനിക് എൻജിൻ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഏത് ടെക്നോളജിയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടെക്നോളജിയിലാണ് ക്രയോജനറ്റിക് എൻജിൻസ് യൂസ് ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഏതാണ്? റോക്കറ്റ് ടെക്നോളജി. റോക്കറ്റ് ടെക്നോളജിയിലാണ് ക്രയോജനിക് എൻജിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഷൗന നാരായണൻ ഇസ് എ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റി ഇൻ വിച്ച് ഫീൽഡ്? ഷൗന നാരായണൻ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത് നൃത്തം, ക്ലാസിക്കൽ ഡാൻസിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡ്യൂറിങ് വിച്ച് പ്ലാൻ ഡിഡ് പ്രൈസസ് ഷോ എ ഡിക്ലൈൻ? ഏത് പ്ലാനിലാണ് പ്രൈസസ് ഒരു ഡിക്ലൈൻ ഷോ ചെയ്തത്? ആദ്യത്തെ പ്ലാനിലാണ്. ഓക്കെ, ഫസ്റ്റ് പ്ലാനിലായിരുന്നു പ്രൈസസ് ഡിക്ലൈൻ ഷോ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. Which instrument used for finding out wind direction? Wind, കാറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വിൻഡ് വെയിൻ. അപ്പോൾ വിൻഡ് വെയിൻ ആണ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് വിൻഡ് ഡിറക്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പോർട്സ് ഹാൻഡിൽ ദ നോർത്ത് ഇന്ത്യൻ ട്രേഡ് ഡ്യൂറിങ് ഗുപ്ത പീരിയഡ്? ഗുപ്ത കാലയളവിൽ ഏത് പോർട്ടാണ് നോർത്ത് ഇന്ത്യൻ ട്രേഡ് ഹാൻഡിൽ ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ബ്രൗച്ച്. BROACH, ബ്രൗച്ച് ആണ് നോർത്ത് ഇന്ത്യൻ ട്രേഡിങ് ഗുപ്ത കാലയളവിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് മിക്ക പരീക്ഷയിലും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് വൈറ്റമിൻ ഈസ് കൺസിഡർഡ് ടു ബി എ ഹോർമോൺ? ഏത് വൈറ്റമിനാണ് ഹോർമോണായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് വൈറ്റമിൻ D. അപ്പോൾ വൈറ്റമിൻ D ആണ് ദ ഹോർമോൺ ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് ഹൗ മെനി ടൈംസ് ഹാസ് എമർജൻസി ബീൻ ഡിക്ലൈൻഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ പ്രസിഡന്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം എത്ര തവണയാണ് എമർജൻസി ഡിക്ലൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ പേരിൽ എമർജൻസി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിക്ലൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ എലമെന്റ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ? മൂണിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ ടൈറ്റാനിയമാണ് ദ എലമെന്റ് ഫൗണ്ട് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന എലമെന്റ് ഏതാണ്? ടൈറ്റാനിയം. ഓക്കെ, വൈ ഈസ് ബിയോഫോർഡ് സ്കെയിൽ യൂസ്ഡ്? എന്തിനു വേണ്ടിയിട്ടാണ് ബിയോഫോർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്? ടു മെഷർ വിൻഡ് വെലോസിറ്റി. വിൻഡിൻ്റെ വെലോസിറ്റി അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയോഫോർഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ബിയോഫോർഡ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്? തെറ്റിക്കരുത്. ടു മെഷർ ദ വിൻഡ് വെലോസിറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിച്ച് ടോമർ റൂളർ ഈസ് ക്രെഡിറ്റഡ് ടു ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി? അപ്പോൾ ഏത് ടോമർ റൂളറാണ് ഡൽഹിയിൽ ഭരണം ക്രെഡിറ്റ് ചെയ്തിരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം പറയുന്നത് അനംഗപാലാണ്. അപ്പോൾ അനംഗപാലാണ് ടോമർ റൂളർ ഹു വാസ് ക്രെഡിറ്റഡ് ടു ഹാവ് ദ ഡൽഹി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ PSC പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യമാണ് ഇത്. മ്യൂസിക് മൈ ലൈഫ് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് പേഴ്സൺ? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് മൈ മ്യൂസിക് മൈ ലൈഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൈ മ്യൂസിക് മൈ ലൈഫ് എന്ന് പറയുന്നത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? രവിശങ്കർ, പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ മ്യൂസിക് മൈ ലൈഫ്. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വിച്ച് വാസ് ദ ഫസ്റ്റ് ടോക്കി ഫിലിം ഇൻ ഇന്ത്യ? ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ഫിലിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അലം അര അല്ലെങ്കിൽ അലം അര. ഓക്കെ, ദ ഫസ്റ്റ് ടോക്കി ഫിലിം ഓഫ് ഇന്ത്യ അലം അര. ത്രൂ വിച്ച് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ പ്ലാന്റ് ടേക്സ് പ്ലേസ്? ഇത് നമുക്ക് വളരെ നല്ലോണം അറിയാം. അതോടൊപ്പം എല്ലാ PSC പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. ത്രൂ വിച്ച് ട്രാൻസ്ലൊക്കേഷൻ ഫുഡ് മെറ്റീരിയൽ ഇൻ പ്ലാന്റ്സ് ഈസ് ടേക്കിംഗ് പ്ലേസ്? അപ്പോൾ ഏതിലൂടെയാണ് ഫുഡ് മെറ്റീരിയൽസ് പ്ലാന്റിൽ അങ്ങോട്ട് നിന്നും ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫുഡ് എങ്ങനെയാണ് പ്ലാന്റ്സിൽ എത്തിച്ചു കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം വരുന്നത് ഫ്ലോയമാണ്. അപ്പോൾ ഫ്ലോയത്തിൽ നിന്നാണ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ പ്ലാന്റ്സ് ടേക്സ് പ്ലേസ്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വെൻ ഡസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡിക്രീസസ്? എപ്പോഴാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കുറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് ഇൻക്രീസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് the relative humidity decreases. അടുത്ത ചോദ്യം. Who was the Sultan of Delhi who is reputed to have built the biggest network of canals in India? ഇന്ത്യയിലെ കനാൽസ് biggest network of canals in India. ഇന്ത്യയിലെ biggest network of canals ബിൽഡ് ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യൻ സുൽത്താൻ, ഡൽഹിയുടെ സുൽത്താൻ ആരായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഫിറോസ് ഷാ തുഗ്ലക് ആണ് ഡൽഹി സുൽത്താൻ ആയിരുന്നത്. എപ്പോൾ? ബിഗ്ഗസ്റ്റ് കനാൽ നെറ്റ്വർക്ക് ഓഫ് കനാൽ ഇന്ത്യയിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ഹാവ് ബീൻ ഇവോൾവ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏത് ടൈപ്പ് പാർട്ടി സിസ്റ്റമാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മൾട്ടി പാർട്ടി. അപ്പോൾ മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇന്ത്യയിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എ മാൻ വിത്ത് എ ഡാർക്ക് സ്കിൻ ഇൻ കമ്പാരിസൺ വിത്ത് എ മാൻ വിത്ത് എ വൈറ്റ് സ്കിൻ, വാട്ട് വിൽ എക്സ്പീരിയൻസ്? ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ, ഡാർക്ക് സ്കിന്നുള്ള ഒരു മനുഷ്യനും നമ്മളൊരു വെളുത്ത സ്കിന്നുള്ള ഒരു മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് വാട്ട് വിൽ ദേ എക്സ്പീരിയൻസ്, അവർക്ക് ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ലെസ് ഹീറ്റ് ആൻഡ് ലെസ് കോൾഡ്. അപ്പോൾ എ മാൻ വിത്ത് ഡാർക്ക് സ്കിൻ വെൻ കമ്പയർ വിത്ത് എ മാൻ വിത്ത് വൈറ്റ് സ്കിൻ, ഒരു ഡാർക്ക് സ്കിന്നുള്ള ഒരു മനുഷ്യനും വൈറ്റ് സ്കിന്നുള്ള ഒരു മനുഷ്യനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലെസ് ഹീറ്റ് ആൻഡ് ലെസ് കോൾഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ബാങ്ക് ഈസ് ദ ബാങ്കർ ഓഫ് ബാങ്ക്സ്?
ബാങ്കർ ഓഫ് ബാങ്ക്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം RBI. അടുത്ത ചോദ്യം, where are a large number of species are found with a small unit of area? എവിടെയാണ് ഒരുപാട് വെറൈറ്റി ഒരുപാട് സ്പീഷീസ് ഒരു കുഞ്ഞ് യൂണിറ്റ് ഏരിയയിൽ ഒരുപാട് സ്പീഷീസ് കാണപ്പെടുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വെറ്റ് എവർഗ്രീൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ്. അപ്പോൾ വെറ്റ് എവർഗ്രീൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റിലാണ് ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഒരു ചെറിയ ഏരിയയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? PSC പരീക്ഷയിൽ എസ്പെഷ്യലി നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അൺഅക്കാഡമിയിൽ ഞാൻ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കുന്ന GKയുടെ ബേസിക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കോഴ്സ് ഇതിന് തൊട്ട് മുൻപാണ്, നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ കൂടെ അറിയിക്കുക. താങ്ക്